കടത്തിൽ മുങ്ങി തകർന്നുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോൾ സഹായത്തിനു വേണ്ടി അമേരിക്കയുടെ കാലുപിടിക്കുകയാണ്. ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മുതൽ പാകിസ്ഥാന് ഉണ്ടായിരുന്നത്. പാകിസ്ഥാൻ വളർത്തിവിട്ട തീവ്രവാദ ഗ്രൂപ്പുകൾ ചെയ്തു കൂട്ടിയ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായി കണ്ണീര് കുടിക്കുന്ന ഒരുപാട് കുടുംബങ്ങളാണ് ഇന്നും ഇന്ത്യയിലുള്ളത്. ഇതിൽ ഏറ്റവും അവസാനത്തേതായിരുന്നു പാകിസ്ഥാൻ കടത്തിവിട്ട ഇസ്ലാമിക തീവ്രവാദികൾ കാശ്മീരിലെ പഹൽഗാമിൽ മതം ചോദിച്ച് തുണി പൊക്കി നോക്കി നിരപരാധികളെ വെടിവെച്ചു കൊന്നത്. എന്നാൽ ഇന്ന് ഇത്രയും കാലം തീവ്രവാദം മാത്രം മനസ്സിൽ കൊണ്ടു നടന്ന പാകിസ്ഥാൻ തകർന്ന് അടിയുകയാണ്. വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ പാകിസ്ഥാന്റെ കടം 81.93 ലക്ഷം കോടി രൂപയാണ്. സാമ്പത്തിക വിദഗ്ധരുടെയും IMF പോലെയുള്ള ഏജൻസികളുടെയും മുന്നറിയിപ്പുകളെ മറികടന്ന് ഇന്ത്യയുമായി മത്സരിച്ച് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനും തീവ്രവാദത്തിന് പണമൊഴുക്കിയും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുമാണ് പാകിസ്ഥാൻ ഈ അവസ്ഥയിൽ എത്തിയത് എന്നാണ് വിലയിരുത്തുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാൻ നിലവിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ പശ്ചിമേഷ്യൻ യുദ്ധം കൂടി എത്തിയതോടെ പാകിസ്ഥാന്റെ നില കൂടുതൽ പരുങ്ങലിൽ ആയിരിക്കുകയാണ്. നിലവിൽ പിടിച്ചു നിൽക്കാൻ നിക്കക്കള്ളിയില്ലാതെ പാകിസ്ഥാൻ ഇപ്പോൾ $10 ബില്യൺ സാമ്പത്തിക സഹായത്തിന് വേണ്ടിയാണ് അമേരിക്കയുടെ പുറകെ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനെ സമീപിച്ച് 5 വർഷത്തെ കാലാവധിയുള്ള ബൈലാറ്ററൽ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ഫെസിലിറ്റി പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതായാണ് വിവരം. ഈ ധനസഹായം ലഭിക്കുകയാണ് എങ്കിൽ പാകിസ്ഥാന്റെ വിദേശ നാണയ ശേഖരം ഉയർത്താനും പാകിസ്ഥാനി രൂപ നേരിടുന്ന കടുത്ത സമ്മർദ്ദം കുറയ്ക്കാനും സാധിക്കും എന്നാണ് വിലയിരുത്തുന്നത്. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള $7 ബില്യൺ വായ്പയുമായി ബന്ധപ്പെട്ട് നികുതി വർധനവും കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങളും രാജ്യത്ത് നിലനിൽക്കുന്നതിനിടെയാണ് അമേരിക്കയുടെ സഹായം ഇപ്പോൾ തേടുന്നത്. ഈ സഹായത്തിന് വേണ്ടിയാണ് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി ഇറാനുമായി മാധ്യസ്ഥതയ്ക്ക് തയ്യാറായത് എന്നാണ് റിപ്പോർട്ടുകൾ. മാധ്യസ്ഥ ചർച്ചകൾക്കിടെ പല പ്രാവശ്യവും ഇറാൻ പാകിസ്ഥാന് നേരെ അമേരിക്കയ്ക്ക് അനുകൂലമായി ചർച്ചകളെ വളച്ചൊടിക്കുന്നു എന്നുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. അമേരിക്കയുടെ പാവയെപ്പോലെയാണ് പാകിസ്ഥാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. US, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി അടുക്കുന്നത് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കും എന്നാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച പ്രതിരോധ കരാറിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള ഏതൊരു ആക്രമണവും ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കും എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നാറ്റോ രാജ്യങ്ങൾ പരസ്പരം ഏർപ്പെട്ടിരിക്കുന്ന ഉടമ്പടിക്ക് സമാനമായ ഉടമ്പടിയാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. ഇതനുസരിച്ച് കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്നും എണ്ണ കയറ്റിപ്പോയ എണ്ണക്കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ആക്രമണം നടത്തിയ യമനിലെ ഹൂതി വിമതർക്ക് നേരെ പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൗദി പാകിസ്ഥാൻ പ്രതിരോധ സഹകരണം 1960-കൾ മുതലുള്ളതാണ്. പാകിസ്ഥാന്റെ സൈനിക പരിശീലകരും ഉപദേശകരും 1980-കൾ മുതൽ തന്നെ സൗദി സായുധ സേനയെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. നിലവിൽ ഏകദേശം 8,000 മുതൽ 13,000 വരെ സൈനികരെയും JF-17 യുദ്ധവിമാനങ്ങളുടെ ഡ്രോൺ സ്ക്വാഡ്രണുകൾ, ചൈനീസ് നിർമ്മിത HQ-9 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ പാകിസ്ഥാൻ സൗദി അറേബ്യയിൽ വിന്യസിച്ചിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ സൈനിക വിന്യാസത്തിലേക്കും ഉടമ്പടിയിലേക്കും പാകിസ്ഥാൻ എത്തിയതിന് പിന്നിലും ഈ സാമ്പത്തികം തന്നെയാണ് എന്നാണ് വിലയിരുത്തുന്നത്. സമാനമായ രീതികളിൽ പാകിസ്ഥാൻ നേരത്തെയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2002-നും 2017-നും ഇടയിൽ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്കയുടെ യുദ്ധത്തിനിടയിൽ $3,400 കോടി പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്നും സഹായമായി നേടിയത്. പിന്നീട് 2018-ൽ ട്രംപ് പ്രസിഡന്റ് ആയതോടെ ഈ സഹായം റദ്ദാക്കുകയായിരുന്നു. നിലവിൽ 2026 മാർച്ച് വരെയുള്ള പാകിസ്ഥാന്റെ കടബാധ്യത $9,220 കോടി ആണ് എന്നാണ് എക്കണോമിക് സർവേ പറയുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം മാർച്ച് വരെ $36.4 കോടി ആണ് കടബാധ്യത വർദ്ധിച്ചത്. ആകെ കടത്തിൽ 8,226 കോടി രൂപയും സർക്കാരിൻ്റെ ആഭ്യന്തര കടമെടുപ്പിൻ്റെ ഭാഗമാണ്. IMF-ൽ നിന്ന് ലഭിച്ച വായ്പ $989 കോടി ആണ്. ആകെ കടത്തിൻ്റെ 11%. ADB, ലോകബാങ്ക് തുടങ്ങിയ സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് $4,248 കോടി ആണ് പാകിസ്ഥാന് കൊടുത്തു തീർക്കാനുള്ളത്. ആകെ ആഭ്യന്തര കടത്തിൻ്റെ 46% വരും ഇത്. കൂടാതെ പാരീസ് ക്ലബ്ബ് രാജ്യങ്ങളിൽ നിന്നുള്ള വായ്പ $549.7 കോടി ഉയർന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്.
US ഡോളറിനെ സംരക്ഷിക്കുന്നതിനായി ഗ്രേറ്റ് ഡിപ്രഷന്റെ കാലത്ത് സൃഷ്ടിച്ച ഒരു ട്രഷറി അക്കൗണ്ടായ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ട് വഴിയാണ് പാകിസ്ഥാൻ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പണം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. 2023 പാകിസ്ഥാൻ കടം തിരിച്ചടവ് തടസ്സപ്പെടുന്നത് കഷ്ടിച്ച് ഒഴിവാക്കി IMFിൻ്റെയും മറ്റ് വിദേശ സഹായങ്ങളുടെയും ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ സഹായങ്ങളെല്ലാം പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ വളരെ തുച്ഛമാണ്. ഇറാനെതിരായ US യുദ്ധവും ഹോർമോസ് കടലിടുക്കിൻ്റെ ഉപരോധവും പാകിസ്ഥാനിൽ ഗുരുതരമായ സാമ്പത്തിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ ജലപാതയിലൂടെയാണ് തങ്ങളുടെ ഊർജത്തിൻ്റെ ഭൂരിഭാഗവും പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ ലഭിക്കാതെ വന്നതോടെ രാജ്യത്ത് വലിയ ഇന്ധന പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ധനവില വർദ്ധിപ്പിച്ചും പല രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമാണ് പാകിസ്ഥാൻ ഇതിനെയെല്ലാം ഇപ്പോൾ പ്രതിരോധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ നിന്നുള്ള ഈ ധനസഹായം പാകിസ്ഥാൻ ഇപ്പോൾ നിർണായകമായി മാറിയിരിക്കുന്നത്. എന്നാൽ വിദേശ സഹായം ഒരു രാഷ്ട്രീയ ആയുധമാക്കി അമേരിക്ക ഉപയോഗിക്കുന്നതിൻ്റെ നേരിട്ടുള്ള അനുഭവം ഏറ്റവും അധികം അനുഭവിച്ചിട്ടുള്ളതും പാകിസ്ഥാൻ തന്നെയാണ് എന്നുള്ളതാണ്. 1990 വാഷിങ്ടൺ പാകിസ്ഥാനുമായുള്ള $573 മില്യൺ സഹായം വെട്ടിക്കുറയ്ക്കുകയും പാകിസ്ഥാൻ നേരത്തെ തന്നെ പണം നൽകി കച്ചവടം ഉറപ്പിച്ചു വച്ചിരുന്ന F-16 യുദ്ധവിമാനങ്ങളുടെ വിൽപ്പന തടയുകയും ചെയ്തിരുന്നു. 2018 പാകിസ്ഥാൻ വഞ്ചിക്കുകയും നുണ പറയുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുള്ള $1.1 ബില്യൺ സുരക്ഷാ സഹായം മരവിപ്പിച്ചിരുന്നു. ഈ വർഷം തന്നെ ഒസാമ ബിൻ ലാദനെ കണ്ടെത്താൻ CIA സഹായിച്ച ഡോക്ടറെ പാകിസ്ഥാൻ വിട്ടയച്ചില്ല എങ്കിൽ $33 മില്യൺ തടഞ്ഞു വയ്ക്കാൻ US കരട് ബിൽ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ അമേരിക്ക പറയുന്നത് പോലെ കേട്ടില്ല എങ്കിൽ വാങ്ങിക്കുന്ന പണത്തിൻ്റെ ഇരട്ടി പണി അമേരിക്ക തിരിച്ചു കൊടുക്കും എന്ന് ചുരുക്കം. അതിനാൽ തന്നെ ഇത്തവണ പാകിസ്ഥാൻ സഹായവുമായി അമേരിക്കയെ സമീപിക്കുമ്പോൾ അമേരിക്ക എന്താവും തിരിച്ച് പാകിസ്ഥാനിൽ നിന്നും ആവശ്യപ്പെടുക എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചൈനയുമായും ഇറാനുമായും വളർന്നു വരുന്ന പാകിസ്ഥാൻ്റെ പങ്കാളിത്തം പാകിസ്ഥാൻ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്.